കുറച്ച് ദിവസമായിട്ട് മൂവി അനലിസിസ് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മാസ്റ്റർ എന്ന സിനിമയിൽ വിജയ് ചെയ്ത ജെ ഡി എന്ന ക്യാരക്ടറിന്റെ അനാലിസിസ് ചെയ്താലെന്നൊരു തോന്നല്. അപ്പോൾ തന്നെ വീഡിയോ എടുത്തു. ശരി, അപ്പോൾ പോകാം. വീട്ടിൽ ഒട്ടിക്കാൻ പറ്റിയ മാസ്റ്റർ സിനിമയിലെ വിജയുടെ വാൾ സ്റ്റിക്കേഴ്സ് പ്രൊഡക്റ്റായതുകൊണ്ട് ചെക്കൗട്ട് ഗൈസ്. മാസ്റ്റർ സിനിമ വന്നിട്ട് 4 വർഷം കഴിഞ്ഞു. എന്നാൽ അതിന്റെ ക്യാരക്ടേഴ്സ് ട്രെൻഡ് ഇതുവരെ അവസാനിച്ചിട്ടില്ല. മീംസ് ചെയ്യാനായാലും ശരി, ആസ്തറ്റിക് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് ജെ ഡി. മാസ്റ്ററിലെ ജെ ഡി ഇപ്പോഴും പകുതി മുക്കാലും വിജയ് ഫാൻസ് ഉപയോഗിക്കുന്ന ഡി പി ആണ്. വിജയുടെ കരിയറിലെ ഒരു ക്യാരക്ടറിനെ വെൽ വൈറ്റനായിട്ടും മെത്തേഡ് ആക്ടിങ് രീതിയും ചെയ്ത ഏക ക്യാരക്ടർ ജെ ഡി ആണ്. അത് എന്താ കാര്യമെന്ന് അടുത്ത വീഡിയോ സെക്ഷനായിട്ട് പറയാം. ആദ്യം നമുക്ക് ജെ ഡി എന്ന ക്യാരക്ടർ എങ്ങനെ ഉണ്ടായെന്ന് നോക്കാം. മാസ്റ്റർ സിനിമ ലോകേഷ് എഴുതിയത് സ്റ്റോറി ആയിട്ടല്ല, ജെ ഡി ക്യാരക്ടറാണ് ആദ്യം ആലോചിച്ചത്. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയതാണ് മാസ്റ്റർ. ലോകേഷ് തന്റെ റിയൽ ലൈഫിൽ ലോകേഷിന്റെ അച്ഛനൊരു സ്റ്റേഷനിൽ നടത്തുന്ന ആളാണ്. അച്ഛന്റെ കൂടെ കടയിൽ നിൽക്കുമ്പോൾ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ കടയിൽ വന്നിട്ട് അച്ഛനോട് സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അയാളൊരു വൈബായിരുന്നു. ഷർട്ടും തേക്കായിട്ട്, ചെക്കിൾ ഷർട്ട്, പാൻറ് ലൂസ്, കട്ട താടിയൊക്കെ ആയിട്ട് അയാൾ പോയപ്പോൾ അച്ഛനോട് ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ ഇവൻ ഇവിടുത്തെ ആർട്സ് കോളേജിന്റെ പ്രൊഫസർ ആണെന്ന് പറഞ്ഞു. അവിടുത്തെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഭയങ്കര ക്രേസ് ആകാൻ അവിടെ കിട്ടൊരു ഐ മൂവ്മെന്റിൽ നിന്നാണ് മാസ്റ്ററിലെ ജെ ഡി എന്ന ക്യാരക്ടർ ഉണ്ടായതും മാസ്റ്ററിന്റെ വൺ ലൈൻ ഡെവലപ്പ് ആയതും. മാസ്റ്റർ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ വിജയെ ഈ ക്യാരക്ടറിനോട് കൊണ്ടുവരാൻ വേണ്ടി 3-4 ദിവസമെല്ലാം ജെ ഡിയെ പോലെ ജീവിക്കാൻ ലോകേഷ് വിട്ടിരുന്നു. അതിനെയാണ് നമ്മൾ മെത്തേഡ് ആക്ടിങ് എന്ന് പറയുക. റൈഫിൾ ക്ലബിൽ വേട്ടക്കാരൻ റോൾ ചെയ്യാൻ വേണ്ടി ആ സിനിമയിലുള്ള നായകൻ വേട്ടക്കാരനായി എങ്ങനെ ജീവിക്കാന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് വേണ്ടി പോകുന്നുണ്ടല്ലോ, ആ ഒരു ടൈപ്പ് തന്നെ. ഇത് മാത്രം കൊണ്ടാണോ ജെ ഡിയുടെ ഐക്കണിക് ക്യാരക്ടർ ആവുന്നത്? ഒരിക്കലുമല്ല. റിലബിലിറ്റി എന്നൊരു സാധനം കൂടിയുണ്ട്. സാധാരണ ഒരു മാസ് ഹീറോ എന്ന് പറഞ്ഞാൽ ലാർജർ ദാൻ റിയൽ ലൈഫ് ക്യാരക്ടർ ആയിരിക്കും. ഒരുപാട് നല്ലത് ചെയ്യുന്നതും ഭയങ്കര പെർഫെക്റ്റ് ആയ മനുഷ്യനൊക്കെ ആയിരിക്കും. തൻ്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് വരാത്ത ഹീറോസും കൂടി ആയിരിക്കും. എന്നാൽ ജെ ഡി വളരെ ഡിഫറെൻ്റ് ആണ്. ഭയങ്കര ഫ്ലോലെസ് മാൻ ആണ്. ജെ ഡി ഒരു കള്ളു കൂടിയനും ഷർട്ട് തയ്ച്ച് വൃത്തിയിലാണ്ട് ഇടുന്നതും പാൻറ് ലൂസിലിട്ട് പോകുന്നതും സ്വന്തം ധരിക്കുന്ന ഡ്രസ്സിൽ പോലും ശ്രദ്ധിക്കാത്തൊരു ക്യാരക്ടറാണ്. പലർക്കും ഇത് റിലേറ്റഡ് ആയിരിക്കും. അതുപോലെ നാളെ എന്താണെന്ന് ചിന്ത ജെ ഡിക്കില്ല. ആരിനെ കുറിച്ചും ഒരു ചിന്തയുമില്ല. ഞാനുണ്ട് എൻ്റെ ലൈഫ് കൊണ്ട് ചിന്തിച്ച് പോകുന്ന ഒരു കഥാപാത്രം. രാത്രിയായ വള്ളവഴിയും. അങ്ങനെ ലേസി മാനാണ് ജെ ഡി. ലേസി മാൻ ആണെങ്കിൽ പോലും തൻ്റെ ശരി എവിടെയാണോ അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്ന ക്യാരക്ടറാണ്. കോളേജിൽ ഫൈറ്റ് ഉണ്ടായപ്പോൾ മറ്റു പ്രൊഫസേഴ്സ് പോലെ മൈൻഡ് ചെയ്യാണ്ടിരിക്കാം, എന്നാൽ ജോലി പോയില്ലായിരുന്നു. വ്യക്തമായൊരു പൊളിറ്റിക്സും കൂടി ജെ ഡിക്കുണ്ട്. കോളേജിൽ പൊളിറ്റിക്സ് അലൗഡ് അല്ല എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് പൊളിറ്റിക്സ് അറിഞ്ഞു വരുമ്പോഴാണ് വരും തലമുറയിൽ നല്ലൊരു ജനനായകന്മാരും ഉണ്ടാകുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ ജെ ഡി ഡിപ്രഷൻ അടിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ്. എന്നാൽ പുറത്ത് കാണിക്കാൻ ഇഷ്ടപ്പെടാതെ സ്വയം സന്തോഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുമുണ്ട്. പിന്നെ എന്താണ് ജെ ഡി സ്പെഷ്യൽ ആയിട്ടുള്ളത്? ഇത് മാത്രമാണോ? അല്ല, ജെ ഡിയുടെ മാനോവിസം ഒരു ആസ്തറ്റിക് വൈബാണ് ജെ ഡി. വയറിന്റെ ഹെഡ്സെറ്റ് പുറത്തു പോകുന്നതും ചെക്കിൾ ഷർട്ട് ഉപയോഗിക്കുന്നതും കാറിന്റെ മോഡലും കയ്യിലിടുന്ന വളയും വളർത്തുന്ന പൂച്ചയും എല്ലാം ഒരു ഐക്കണിക് മൂവ്മെന്റിൽ ജെ ഡി സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ ഫൈറ്റ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ്, സംസാരിക്കുന്ന സ്റ്റൈല് എല്ലാം തന്നെ വളരെ നൈസാണ്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈസി തന്നെ അതിലെ മാനറിസം സ്റ്റൈലൊക്കെ നമ്മൾ ഇൻസ്പയർഡ് ആക്കുന്നുണ്ട്. മാസ്റ്റർ കണ്ടിട്ട് ജെ ഡിയുള്ള മാനറിസം ഒക്കെ ശ്രമിച്ചവരാകും നമ്മൾ. പക്ഷേ നമുക്കൊന്നും വർക്കായില്ല. ജെ ഡി ക്യാരക്ടറിന് ലോകേഷിന് ഒരു ഉക്ക് പോയിന്റ് എന്നത് കൊടുത്തിട്ടുണ്ട്. ലോകേഷ് ജെ ഡിക്ക് ക്യാരക്ടർ ചേഞ്ച് ഉപയോഗിച്ച സംഭവം മാസ്റ്റർ സിനിമയിൽ ആ 2 കുട്ടികൾ മരിക്കുന്നതിന് മുൻപ് ജെ ഡിക്ക് ഒരു ലെറ്റർ പോക്കലിട്ട് പോയിട്ടുണ്ടാവും. യാതൊരു ശ്രദ്ധയും ജെ ഡി ആ ലെറ്റർ എടുത്താൽ കയറുമ്പോൾ അവിടെ നിന്നോട്ട് ജെ ഡി തന്റെ ക്യാരക്ടർ മാറ്റുന്നുണ്ട്. ഇത് ക്യാരക്ടർ റൈറ്റിങ്ങിലുള്ള ലോകേഷിന്റെ മികവാണ്. എല്ലാത്തിനും ഞാനിങ്ങനെ ഇരുന്നാൽ പോരാ, മാറണമെന്ന് തോന്നുന്നത് ഇതുപോലുള്ള പോയിന്റ്സിലായിരിക്കും. ശരിക്കുമുള്ള റിയൽ ലൈഫിലും അങ്ങനെ തന്നെയാണ്. ജെ ഡി എങ്ങനെയാണ് ഇത്രയും ഡിപ്രഷനിലായത് എന്നതിന്റെ ഫ്ലാഷ് ബാക്ക് പടത്തിൽ കാണിക്കുന്നില്ലെങ്കിലും ക്യാരക്ടറിന്റെ മാനേഴ്സിലൂടെ നമുക്ക് റിലേറ്റബിൾ ചെയ്യാൻ പറ്റും. പക്ഷെ ആ പടത്തിൽ അതിനെക്കുറിച്ച് ടീസ് ചെയ്യുന്നുമുണ്ട്. നമ്മോർ സിനിമയിലെ കമലഹാസനാണ് ഇതിൽ വിജയുടെ പ്രൊഫസറായിട്ട് പറയുന്നത്. ജെ ഡി ഒരു അനാഥനായിരുന്നു. നമ്മോർ കമലഹാസൻ ജെ ഡിക്ക് ഒരു ഫാദർ പോലെയായിരുന്നു. അങ്ങയുടെ മരണമാണ് ജെ ഡിക്ക് താങ്ങാൻ പറ്റാതെ ആയത്. എന്നാൽ താൻ കാരണം വേറെ 2 പേര് മരിച്ചപ്പോൾ വീണ്ടും ക്യാരക്ടർ മാറുന്നുണ്ട്. ഇതാണ് ലോകേഷ് ജെ ഡി എന്ന ക്യാരക്ടറിനെ വെൽ ബ്രൈറ്റനായി എഴുതി എന്ന് പറയുന്നത്. ക്യാരക്ടർ മാറിയപ്പോൾ ജെ ഡി എന്നത് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നന്നായി കഴിഞ്ഞിട്ടും ജെ ഡിയുടെ വേണ്ടപ്പെട്ടവരെ കൊന്നപ്പോഴും ജെ ഡി തളർന്നിട്ടില്ല. ഭവാനി എന്ന വില്ലനെ പിടിക്കാൻ വേണ്ടി ജെ ഡി എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്, വിടാതെ മുന്നേറുന്നുമുണ്ട്. ഇനിയിപ്പോൾ എന്ത് തേങ്ങയായാലും ഞാൻ ലക്ഷ്യം തീർത്തിട്ടേ വിടുള്ളൂ എന്നൊരു വാശി. ജീവിതത്തിലെ ഒരു ക്യാരക്ടർ എങ്ങനെ മാറണമെന്നും എങ്ങനെ ആകാൻ പാടില്ലാമെന്നും വ്യക്തമായി മെസ്സേജ് കൊടുക്കുന്ന ക്യാരക്ടറാണ് ജെ ഡി. തെറ്റുകളിലൂടെ ഒരു കഥാപാത്രം എങ്ങനെ ഒരു പെർഫെക്റ്റ് ക്യാരക്ടർ ആകുന്നു എന്ന
ജോൺ ദുരേജാസ് അല്ലെങ്കിൽ ജേഡി എന്ന ക്യാരക്ടറിന്റെ സ്റ്റോറി പറയുന്നത് നമ്മൾ സ്വന്തം സന്തോഷം നോക്കി നിൽക്കാതെ നമ്മളെ ചുറ്റുമുള്ളവരെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ള വളരെ നൈസായ ഒരു മെസ്സേജ് കൊടുക്കുന്ന ക്യാരക്ടർ. ഒരു മാസാക്ഷൻ മൂവിയിൽ പോലും ഹീറോ ക്യാരക്ടറിന് ഇത്ര ഹെവി റേറ്റിംഗുള്ള ചിത്രം കൂടിയാണ് മാസ്റ്റർ. ഇതൊക്കെ കൊണ്ടാണ് ജേഡി ഐക്കണിക് ക്യാരക്ടറായിട്ട് മാറുന്നത്. അപ്പം നിങ്ങൾക്ക് ജേഡി എത്രമാത്രം ഇഷ്ടമാണെന്ന് കമന്റ് ചെയ്യുക, വിജയുടെ ഫേവറേറ്റ് ക്യാരക്ടർ കമന്റ് ചെയ്യുക. അതുപോലെ തീർച്ചയായും ലൈക്ക് തീർച്ചയായും ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഉണക്കുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം.